അല്ലെങ്കിൽ തെണ്ടിത്തിരിയുന്ന വീഡിയോസാണ് കൂടുതലായി. വീഡിയോ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്, സൈഡ് ഇഫക്റ്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഇതൊരു സൂപ്പർ ലൈറ്റ് സമയത്ത് എനിക്ക് സ്കിൻ ടോണ് മനസ്സിലാവുന്നില്ല, ചില സൂപ്പർ മണാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആക്കാൻ പറ്റും. പിന്നെ ഇവിടെ പൊട്ടക്കത്തോട്ട് ഇങ്ങനെയൊക്കെ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് കണ്ടാലറിയും ഞാൻ ആനാപ്പുഴയിലാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറേ ദിവസങ്ങളായി പോക്കും വരവും എന്തിനാണ് അലഞ്ഞ് തെണ്ടിത്തിരിയുന്ന വീഡിയോസാണ് കൂടുതലായിട്ട് ഇടാറ്. ഇടാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തിട്ടാണ് അങ്ങനത്തെ പോക്കും വരവും. ഈ താലപ്പൊലിക്ക് ഈ 4 ദിവസം നമ്മൾ കറങ്ങി പിടിച്ച് നടന്നതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് ആർക്കും പാടില്ല കേട്ടോ, ശുക്രനും തുമ്പിക്കൊന്നും പാടില്ല. എനിക്കിത് ഭയങ്കര ചുമയും കഫക്കെട്ടാണ്. പിന്നെ പിള്ളേർക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് പിന്നെ എൻ്റെ വയ്യായിക്കൊന്നും ഞാൻ വലിയ കാര്യത്തിന് എടുക്കുന്നില്ല, വയ്യായികമായിട്ട് എടുക്കുന്നില്ല. ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാൻ പറ്റില്ല. എന്താ ഞാൻ മുടിയിൽ വെച്ചുതരാം. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ക്ലിപ്പ് നല്ല രസമില്ല ഇത് കാണാനായിട്ട്. ഞാൻ താലപ്പൊലിക്കവയിൽ നിന്ന് മേടിച്ചതാണ്, 20 രൂപ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ക്ലിപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഇതൊന്നല്ല നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത്. ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു റിവ്യൂ ആണ്. നിൽക്ക് കുഞ്ഞിലൂടെ പൊട്ടൊക്കെ കുത്തി, ഇതൊക്കെ കുഞ്ഞിൻ്റെ കൊല കാണാതിരിക്കുന്ന വേദം. ഇവിടെ വരുമ്പോൾ അമ്മ പൊട്ടൊക്കെ കുത്തി ഇവിടെ ഒരു മറുക കുത്തി കൊടുക്കും. ഞാനതും ചെയ്യാറില്ല കേട്ടോ. വലിയ ചെക്കനായിനിപ്പോൾ പൊട്ടൊന്നും കുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേ ഇതിൽ കൂടി ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകുക, അപ്പോൾ ഇത്തിരി സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. പ്രൊഡക്റ്റ് വേറൊന്നല്ല, നമ്മുടെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോയ്സ്ചറൈസറൊക്കെ തീർന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് 2-3 ആഴ്ച. അപ്പോൾ തന്നെ എനിക്കിത് റിവ്യൂ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് നമുക്ക് എന്തായാലും സൈഡ് ഇഫക്റ്റും കാര്യങ്ങളും എന്തെങ്കിലും വരും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും. അതേപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ് ആവും, നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 63 രൂപയ്ക്ക് ഇത് ഈ ഒരു സംഭവം കിട്ടും കേട്ടോ. ഇതിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്, ഒരു പൗഡർ ബ്ലൂ കളറിലൊരു ബോട്ടിലാണ്. അതിൽ പോൺസ് സ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈഡ്ര മിറാക്കിൾ എന്നാണ് ഇതിൻ്റെ ഒരു സംഭവം എഴുതിയിരിക്കുന്നത്. ഹൈൽറോണിക് ആസിഡ്, അതേപോലെ തന്നെ ഹൈൽറോണിക് ആസിഡ് നമ്മുടെ എന്താണ് സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു ആസിഡാണ്. നിൽക്ക് കുഞ്ഞമ്മ പറയട്ടെ. അപ്പോൾ എന്തിനാണ് വീഡിയോ കാണുന്നവരൊക്കെ കുഞ്ഞൻ കുറുമ്പനാണെന്ന് വിചാരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് തരും കേട്ടോ. കുഞ്ഞനമ്മ പരട്ടിത്തരും. കുഞ്ഞനെ ഈ മഞ്ഞത്ത് കുഞ്ഞിൻ്റെ മറ്റേ ഹിമാലയയുടെ മോയ്സ്ചറൈസറൊക്കെ പരട്ടുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് സ്കിന്ന്. നമ്മുടെ കയ്യിലും ഡ്രൈ ആവുന്നുണ്ട്. സൂപ്പർ ലൈറ്റ് സംഭവമാണ് കേട്ടോ. ഒരു സൂപ്പർ ലൈറ്റ് ജെല്ലെന്ന് ഇത് എഴുതിയിട്ടുള്ള പോലെ തന്നെ. പിന്നെ എന്തിനാണ് ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്ന്. എൻ്റെ ചില സമയത്ത് എനിക്ക് സ്കിൻ ടോണ് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും, ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു മീഡിയം സൈസ് ഒരു സ്കിന്നാണ് കേട്ടോ എൻ്റെ. പിന്നെ ഇതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞല്ലോ, 64 ഇവിടെ MRP വരുന്നുണ്ട്. 63 രൂപക്കാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ 2027 വരെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ഇത് എല്ലാത്തിലും ആമസോണിൽ, ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലാത്തിലും കിട്ടും കേട്ടോ. പിന്നെ എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സർവീസ് ചാർജും കൂടെ അവർ പിടിക്കും. അതിന് വില നമുക്കൊരു കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എല്ലാ കടകളിലും ഈ സംഭവം കിട്ടും. ഇത് 25 ml ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. 25 ml ആണ്. പിന്നെന്തുട്ടാ, നമ്മുടെ ഡ്രൈ സ്കിന്നിനും മീഡിയം സ്കിന്നിനൊക്കെ ഇത് നല്ലപോലെ പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു വലിയൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഇത് തുറന്ന് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ടോ, പകുതിയായി ഉപയോഗിച്ചിട്ട്. ഈ ഒരു സിൽവർ കോട്ടിങ് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് തുറന്നപ്പോൾ തന്നെ ആ ഒരു മണം അടിപൊളി മണമാണ് കേട്ടോ. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാം ആൻഡ് ക്വയറ്റ് മണമാണ്, സൂപ്പർ മണമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് ഞാൻ പറയാം, ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ആക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആക്കാൻ പറ്റും. കണ്ടില്ല, അറിയത്തില്ല, പക്ഷെ ഭയങ്കര ഒരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഭയങ്കര എന്താണ്, എല്ലാ മോയ്സ്ചറൈസർ കൊള്ളില്ലെന്നല്ല പറയുന്നത്. ഈ എന്തിനാണ് ഭയങ്കര കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും ഇത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല കുഞ്ഞിനെ പറ്റിത്തരാം കേട്ടോ. കുഞ്ഞിനിപ്പോൾ നല്ല സുന്ദരനാവും നമ്മുടെ കുഞ്ഞിനിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഹരാണ് അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇതേപോലെ സംസാരിക്കാനായിട്ട്. കുഞ്ഞൻ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ വീഡിയോ ആയിട്ട് വരും കേട്ടോ, കുഞ്ഞിൻ്റെ ഓരോ പ്രൊഡക്ട്സുകൾ കാണിച്ചിട്ടല്ലേ കുഞ്ഞാ. പിന്നെ തുമ്പിക്കുട്ടി ഇന്ന് രാവിലെ മാന്തിയിട്ട് ഇവിടെ ഒരു മുറിഞ്ഞ പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഇവിടെ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൊലമാണ് കുഞ്ഞൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ കാണിച്ചു തരാം, എന്നാലും കുഞ്ഞിന് വിഷമാവും. ബാ കുഞ്ഞ വീഡിയോയിൽ പറ. കണ്ട കുഞ്ഞനെ
ഇത്തിരി പാടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞൻ ഇത്തിരി എന്തിട്ടാണ് വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും 2 ദിവസം ഇവിടെ നിൽക്കാൻ വന്നത് കേട്ടോ. അതേണ്ട എപ്പോഴും വിഷമം വരുന്നുണ്ട്. തുമ്പിക്കുട്ടി ഉറങ്ങേണ്ട, തുമ്പിക്കുട്ടി കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലത്തെ ലോങ് വീഡിയോ എടുക്കാറില്ല. പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ എടുക്കാണ്ട് നിവർത്തിയില്ല. കാരണം എന്താണ്, കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നല്ല സ്മെല്ലാണെന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അടിപൊളിയാണ്. വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതെങ്കിലും ലിങ്ക്. ഞാൻ വാങ്ങിച്ചത് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കേട്ടോ, ഓൺലൈനിൽ നിന്നല്ല വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഓൺലൈനിൽ പോൺസ് മോയ്സ്ചറൈസറിന് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 30 രൂപ 20 രൂപയൊക്കെ സർവീസ് ചാർജോ അവരിങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിൽ നല്ല നിങ്ങൾക്ക് കടയിൽ നിന്ന് സാധാരണ ഡയറക്റ്റ് പോയി വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. പിന്നെ എൻ്റെ വീഡിയോസിൽ ഒരുപാട് പേര് പറയുന്നത് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്നും വേറെ ഒന്നും പറയുന്നില്ല. അടിപൊളിയാണ്. പിന്നെ എന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. മേടിക്കേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ടാണ് ഞാൻ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാനലിനെ നന്നായിട്ട് ബാധിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നല്ല എന്നിട്ടാണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. അല്ലാതെ ഇപ്പോൾ കുറേ മില്യൺ വ്യൂസോ അങ്ങനെ ഒന്നും ആവാറായിട്ടില്ല. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ. മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാതിരിക്കരുത് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷനിൽ ഡിസംബർ ജനുവരി ഒരു കണ്ടീഷനിൽ, പിന്നെ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ചൂട് തുടങ്ങും. പക്ഷേ ഈ ഒരു മഞ്ഞ് സമയത്തൊക്കെ നമ്മൾ എന്തായാലും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. പണ്ടൊന്നും ഞാനിത് തീരെ ഉപയോഗിച്ചിരുന്നില്ല. പണ്ടൊന്നും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മുടെ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആവാനായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചേ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതിനൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും നേരില്ല. അപ്പോൾ കേട്ടോ. പിന്നെ ഈ ഒരു ക്ലിപ്പിനെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്ട്സ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കറുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടർപ്പായ ഉണ്ടോ മുകളിലിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ടാണ് കേട്ടോ കറുത്ത് കരിഞ്ഞിരിക്കുന്നത്. ആ കാര്യം പറ. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ടൂർ പോയി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും